നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ദിവസമാണ്. അതിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. നമുക്കറിയാം, ഇന്നത്തെ പകൽ മുഴുവൻ വാർത്തകളിൽ നിറഞ്ഞത് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ വാർത്തകളായിരുന്നു. പ്രതിപക്ഷം എതിർപ്പുന്നയിക്കുമ്പോൾ, പ്രതിപക്ഷവും സംഘപരിവാർ സംഘടനകളും വലിയ എതിർപ്പുന്നയിക്കുമ്പോൾ അവിടെ ഹിന്ദു സമുദായിക സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഗമം നടത്താനായി എന്നത് വലിയ വിജയം, രാഷ്ട്രീയ വിജയം കൂടിയാണ് സർക്കാരിനെ സംബന്ധിച്ച്. അങ്ങനെ ഒരു സംഗമം അവിടെ ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ വിജയം അങ്ങനെ അവകാശപ്പെടാൻ സർക്കാരിന് കഴിയുമ്പോൾ തന്നെ ഇടത് സർക്കാർ ആദ്യമായാണ് ഇങ്ങനെ ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു സംഗമം അല്ലെങ്കിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് മുൻപെടുത്ത നിലപാടുകളൊക്കെ ഒരു ഭാഗത്ത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരും എന്ന പഴയ നിലപാടും പ്രസ്താവനയും ഒക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ രാഷ്ട്രീയമായി ഒരു വിജയം അവകാശപ്പെടാൻ കഴിയുന്ന സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും എല്ലാം കൊണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഇന്ന് നേരം വൈകുന്നേരത്തിൽ പൂർണ്ണമായും പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പമ്പയിൽ അയ്യപ്പ സംഗമം. വിശ്വാസി സമൂഹത്തെ ഒപ്പം നിർത്തിയും ശബരിമലയുടെ വികസനം ചർച്ച ചെയ്തുമാണ് ആഗോള അയ്യപ്പ സംഗമം നടന്നത്. സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ശബരിമലയ്ക്ക് അതിൻ്റെതായ ഐതിഹ്യമുണ്ടെന്നും അത് സമൂഹത്തിലെ അധസ്ഥിതരുമായി ബന്ധപ്പെട്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ സ്ഥലമാണ്. മതാതീത ആത്മീയതയുടെ എല്ലാ മനുഷ്യർക്കും പ്രാപ്തമായ ആരാധനാലയമാണ് ശബരിമല. ഈ ആരാധനാലയത്തെ ശക്തിപ്പെടുത്തണം. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തമിഴ്നാട്ടിലെ മന്ത്രിമാരായ പി.കെ. ശേഖർ ബാബു, പളനിവേൽ ത്യാഗരാജൻ എന്നിവർ സംഗമത്തിൽ പങ്കെടുത്തപ്പോൾ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം സംഗമത്തെ എതിർക്കുന്നവർക്കുള്ള രാഷ്ട്രീയ മറുപടിയായി ദേവസ്വം മന്ത്രി VN വാസവൻ ഉദ്ഘാടന വേദിയിൽ വായിക്കുകയും ചെയ്തു. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ, മതസാമുദായിക നേതാക്കൾ തുടങ്ങിയവർ സമ്മേളനത്തിനെത്തി. UDF ബഹിഷ്കരിച്ച സംഗമത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചത് കപട ഭക്തനെ പോലെ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. സമാപന സമ്മേളനം ഇപ്പോൾ നടക്കുകയാണ് അവിടെ. ഇതാണ് ഇന്ന് അവിടെ നടന്ന കാര്യങ്ങളുടെ ഒരു ആകെത്തുക. ശബരിമല വികസനം ചർച്ച ചെയ്താണ് ആഗോള അയ്യപ്പ സംഗമം പൂർത്തിയാകുന്നത്. പ്രതീക്ഷിച്ച പങ്കാളിത്തം ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചൂണ്ടിക്കാട്ടാവുന്ന ഒരു കാര്യം. 5000-ഓളം പേർ രജിസ്റ്റർ ചെയ്തിട്ടും ചർച്ചകളിൽ പങ്കെടുത്തത് 650 പേർ മാത്രമാണ് എന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ തന്നെ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു ഈ സമ്മേളനം അവസാനിക്കുമ്പോൾ. എന്തായാലും രാവിലെ മുതൽ നടന്ന ചടങ്ങുകൾ, അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിലവിളക്ക് കൊളുത്തി മുഖ്യമന്ത്രിയാണ് സംഗമം ഉദ്ഘാടനം ചെയ്തത്. ദൃശ്യങ്ങളാണ് കാണുന്നത്. തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടത്? അത് സർക്കാരോ ദേവസ്വം ബോർഡോ ഏകപക്ഷീയമായി സങ്കല്പിച്ച് നടപ്പിലാക്കുകയല്ല വേണ്ടത്. ഭക്തജനങ്ങൾ തന്നെ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുകയാണ് ആവശ്യം. അതിനുകൂടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഭക്തജന സംഗമം. ഇതിനോട് ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാർ സർവാത്മന സഹകരിക്കുന്നുവെന്ന് കാണുന്നത് സന്തോഷകരമാണ്. യഥാർത്ഥ ഭക്തർക്ക് ഇങ്ങനെയേ ചെയ്യാനാകും. ഭക്തി കേവലമൊരു പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടയുണ്ടാവാം. അവർക്ക് പ്രത്യേക താല്പര്യങ്ങളുണ്ടാവാം. അവ മുൻനിർത്തി അവർ ഭക്തജന സംഗമം തടയാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തി നോക്കി. അത് നമുക്ക് ബാധകമല്ല.
ആ വഴിക്കുള്ള ശ്രമങ്ങളെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വിലക്കി എന്നത് നമുക്കാകെ ആശ്വാസകരവുമാണ്. യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വിഷമമില്ല. ഭഗവത്ഗീത തന്നെ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണെന്ന് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭക്തന്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ 12-ാം അധ്യായത്തിൽ 13 മുതൽ 20 വരെയുള്ള 8 ശ്ലോകങ്ങളിലായാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. നമുക്കറിയാം, മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഹൈപ്പവർ കമ്മിറ്റി തയ്യാറാക്കി, എഞ്ചിനീയറിംഗുകളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി, ഗവൺമെന്റ് പാസ്സാക്കി. പക്ഷെ ഇത് അനുഭവേദ്യമാകേണ്ടത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്കാണ്. അപ്പൊ ആ ഭക്തജനങ്ങളുടെ അഭിപ്രായം അറിയണം, അവരുടെ നിർദ്ദേശങ്ങൾ വേണം. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ മുന്നിലുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം. ചരിത്രത്തിൽ എത്രയോ കാലങ്ങളായി എല്ലാ കാര്യങ്ങളും നടത്തി നിർവഹിച്ചു കൊണ്ടുപോകുന്നതിന് ഞങ്ങളെ സഹായിക്കുന്ന സംവിധാനമാണ് സർക്കാർ സംവിധാനം. കഴിഞ്ഞ പ്രാവശ്യം 54 ലക്ഷം പേർ വന്നു. ഒരു പരാതിയുമില്ലാതെ, ഒരു പരിഭവമില്ലാതെ വളരെ മനോഹരമായി നമുക്ക് ആ ശബരിമല മണ്ഡലവിളക്ക് മഹോത്സവം സംഘടിപ്പിക്കുവാൻ സാധിച്ചു. 2 തവണയാണ് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം വിളിച്ചത്. ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ദർബാർ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എത്ര തവണയാണ് അവലോകന യോഗം വിളിച്ചതെന്ന് എനിക്കറിയില്ല. വിവിധ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായത്തോടുകൂടി 30-35 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നേതൃത്വത്തിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം നടത്തുവാൻ വേണ്ടി എല്ലാവരുടെയും, ഗവൺമെൻറ്റിൻ്റെയും വിവിധ സാമുദായിക സാംസ്കാരിക സംഘടനകളുടെയും മാധ്യമങ്ങളുടെയും എല്ലാവരുടെയും മികച്ച സംഘടനാ വൈഭവം കൊണ്ടാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം നമുക്ക് നടത്തുവാൻ വേണ്ടി സാധിച്ചത്. മാത്രമാണോ, ആ മണ്ഡല മകരവിളക്ക് മഹോത്സവം ഏതാണ്ട് 14,000 ഉദ്യോഗസ്ഥർ, ആ 14,000 ഉദ്യോഗസ്ഥർ, പോലീസ് ഉൾപ്പെടെ 14,000 ഉദ്യോഗസ്ഥരുടെ 70 ദിവസത്തെ ശമ്പളവും ആനുകൂല്യങ്ങളും വിനിയോഗിക്കപ്പെടുന്നത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നാണ്. ശബരിമല ഇടത്താവളത്തിന് വേണ്ടി എത്ര കോടി രൂപയാണ് ഗവൺമെൻറ് ചെലവഴിക്കുന്നത്? ഇങ്ങോട്ടുള്ള റോഡുകൾ, പാലങ്ങൾ, വൈദ്യുതി, അങ്ങനെ എല്ലാം സർക്കാരിൻ്റെ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ചില്ലിക്കാശ് പോലും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പോകില്ല എന്ന് ആധികാരികമായി ഇവിടെ നിന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അതേ സംവിധാനം തന്നെയാണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവ സമയത്ത് എങ്ങനെയാണോ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമ്പോൾ ഒരു സർക്കാർ സഹായിക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമവും സംഘടിപ്പിച്ച് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനം സാധ്യമാകണം. ഉദ്ഘാടനം നടത്തിയതിനു ശേഷം മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഉദ്ഘാടന വേദിയിലെ പ്രസംഗത്തിന്റെയും പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. മുഖ്യമന്ത്രി രാഷ്ട്രീയമായി ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഉയർത്ത വിമർശനങ്ങൾക്ക് എണ്ണി മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അവിടെ സംസാരിച്ചത്. ഈ ഭക്തി ഒരു പരിവേഷമായി അണിയുന്നവർക്ക് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. മാത്രവുമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ മാറിയ ചിന്ത എന്ന് പറയുന്നത് മാറിയ കാലഘട്ടത്തിനനുസരിച്ചാണ് എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. അങ്ങനെ എല്ലാ വിമർശനങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് അവിടെ സംസാരിച്ചത്. ശബരിമല വികസനം ചർച്ച ചെയ്ത ആഗോള അയ്യപ്പ സംഗമം പൂർത്തിയാവുകയാണ്. അതിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ വിമർശനമായി ഉയരുന്നത് പ്രതീക്ഷിച്ച പങ്കാളിത്തം ഈ സംഗമത്തിന് ഉണ്ടായില്ല എന്നതാണ്. ഏറ്റവും പ്രസക്തമായ കാര്യമായി ഇനി അങ്ങോട്ട് ചർച്ചയാകാൻ പോകുന്നതും ഇതുതന്നെ ആയിരിക്കും. ഏതാണ്ട് 5000-ഓളം പേർ ഈ സംഗമത്തിന് എത്താനായി രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ചർച്ചകളിൽ പങ്കെടുത്തത് 650 പേർ മാത്രമാണ് എന്ന് ദേവസ്വം മന്ത്രി തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. പമ്പാ തീരത്ത് മനോഹരമായ ഈ പന്തലിൽ കേന്ദ്രീകരിച്ച് ഇന്ന് രാവിലെ മുതൽ നടന്നു വന്ന സംഗമം
ഏതാണ്ട് 4000-ൽ പരം ആളുകൾ ഈ സംഗമത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് പ്രാഥമിക കണക്ക്. നമ്മളിതിൻ്റെ ചർച്ചകൾ 3 സെക്ഷനുകളിലായിട്ടാണ് നടന്നത്. അതിൽ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അത് നയിച്ചവരും അത് ശ്രദ്ധിച്ചവരും എന്താണ് അതിൻ്റെ ഉള്ളടക്കമെന്നും ഇവിടെ പ്രസൻറ്റ് ചെയ്യുണ്ടായി. ഏതാണ്ട് 658 പേരാണ് അതിൽ പങ്കെടുത്തിരുന്നത്. രണ്ടാമത് പ്രധാനമായും സ്പിരിച്വൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്ന ടി കെ നായർ തന്നെ ആ വിഷയം ഇവിടെ അവതരിപ്പിച്ചു. അതിൻ്റെ ഉള്ളടക്കത്തിൽ ഏതാണ്ട് 211 പേരാണ് പങ്കെടുത്തിരുന്നത് എന്ന കാര്യം സൂചിപ്പിക്കട്ടെ. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കപ്പെട്ട ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ 326 പേരാണ് പങ്കെടുത്തത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അതോടൊപ്പം മറ്റാളുകൾ ഇതുമായി ശ്രദ്ധാപൂർവം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സംഗമത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ പൊതുവിൽ നമ്മളെന്താണോ ഈ സംഘവുമായി ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം അർത്ഥപൂർണമാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് പൊതുവിൽ ഈ സംഗമത്തിൻ്റെ കൺക്ലൂഡിംഗ് സെക്ഷനിൽ നിങ്ങളോടായി സൂചിപ്പിക്കാൻ. ഇവിടെ ഉയർന്നു വന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ ബഹുമാന്യരായ അത് നയിച്ച 3 വ്യക്തിത്വങ്ങൾ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. അതിലൊന്ന് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടതാണ്. ആ മാസ്റ്റർ പ്ലാൻ ഇത്രത്തേറെ ആഴ്ന്നിറങ്ങി അതിൽ ഏതാണ്ട് 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്നതും നമ്മുടെ ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിച്ചും അതിൻ്റെ പാരിസ്ഥിതിക ഉള്ളടക്കം നിലനിർത്തിക്കൊണ്ടും അടിസ്ഥാനപരമായ വികസനം ഉറപ്പാക്കിയും ഭക്തന്മാരുടെ വരവിനും പോക്കിനും സൗകര്യപ്രദമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചും എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കേണ്ടത് എന്നത് സംബന്ധിച്ച ക്രിയാത്മക നിർദ്ദേശങ്ങളായിരുന്നു പാനൽ ഇവിടെ അവതരിപ്പിച്ചത്. ആ പാനലിനോട് പ്രതികരിച്ചുകൊണ്ട് തന്നെ ഭക്തന്മാരിൽ നിന്ന് വന്ന വിലപ്പെട്ട നിർദ്ദേശങ്ങളും നാം ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ അത് ക്രോഡീകരിക്കുകയും ചെയ്തു. ആ തത്വമസി എന്നതിൻ്റെ അർത്ഥപൂർണമായ ഉള്ളടക്കം ഞാൻ നീയാവുന്നു, ഭഗവാനും ഭക്തനും തമ്മിൽ വ്യത്യാസമില്ല എന്ന സന്ദേശം ലോകത്ത് മറ്റൊരാരാധനാ കേന്ദ്രത്തിൻ്റെയും കവാടത്തിൽ ഇങ്ങനൊരാശയം ദൃശ്യമാകുന്നില്ല എന്നുള്ള കാര്യം നാം ഓർക്കണം. അവിടെയാണ് ശബരിമലയുടെ പ്രാധാന്യം. ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഭാവിയിൽ മാറാൻ ആ ഒറ്റ സന്ദേശം മതി എന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ സമർത്ഥിച്ചത്. അതിന് അദ്ദേഹം വ്യത്യസ്തമായ വിശ്വാസങ്ങളുള്ള മതാധിഷ്ഠിത രൂപത്തിലുള്ള ആത്മീയ കേന്ദ്രങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ ആലോചിച്ചുകൂടെ എന്ന നിർദ്ദേശവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി. ഇപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളോട് നിങ്ങളുടെ ജാതി ഏതാണ്, നിങ്ങളുടെ മതം ഏതാണ് എന്നാരും ചോദിക്കാറില്ല. അവിടെ നിങ്ങൾ ഷർട്ട് ധരിച്ചാണോ വരുന്നത്, ഷർട്ട് ധരിക്കാതെയാണോ വരുന്നത്, ആരും ചോദിക്കാറില്ല. ഇത്തരത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഭഗവാനും ഭക്തനും തമ്മിലുള്ള വ്യത്യാസമില്ലാതെ അവിടെ കുടികൊള്ളുന്നത് ധർമ്മശാസ്ത്ര അല്ലെങ്കിൽ അയ്യപ്പനാണെങ്കിൽ വരുന്നവരും അയ്യപ്പനാണ്. ഇങ്ങനെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം ലോകത്ത് എവിടെ നിൽക്കുന്നു? ആ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അർത്ഥപൂർണമായി നമുക്ക് ഇതാ മതസൗഹാർദ്ദത്തിൻ്റെ കേളി രംഗമായി ലോകത്ത് എല്ലാവർക്കും ശ്രദ്ധിക്കപ്പെടാൻ കഴിയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി ഒരു വിശ്വമാനവയുടെ ഏറ്റവും വലിയ സമുന്നയ സമ്മേളനം എന്ന രൂപത്തിലേക്ക് ഈ തീർത്ഥാടന കാലഘട്ടത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഈ സംഘത്തെ ആ രൂപത്തിൽ വിപുലവും വിശാലവുമായ അർത്ഥത്തിൽ എടുക്കണമെന്ന നിർദ്ദേശമാണ് ബഹുമാനായ ടി കെ നായരുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വന്നത്. എന്തായാലും മന്ത്രി ഇപ്പോൾ സമാപന സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടത്. ഇത് എന്താണോ ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിച്ചത് അത് അർത്ഥവത്തായി ആ നിലയിലാണ് സംഗമം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്നാണ് മന്ത്രി പറയുന്നത്. നമുക്കറിയാം 5000-ഓളം പേർ ഈ ഓൺലൈൻ രജിസ്ട്രേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. മന്ത്രി തന്നെ ഇപ്പോൾ പറയുന്നത് അനുസരിച്ച് 4500-ഓളം പേരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനായി എന്ന് പറയുന്നു. അപ്പോൾ 3 സെക്ഷനുകളായിട്ടാണ് അവിടെ പ്രധാനമായും ചർച്ചകൾ നടന്നത്. അത് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ 650 പേർ, മറ്റ് 2 സെഷനുകളിലായി 218, 326 പേരും പങ്കെടുത്തു എന്നാണ് മന്ത്രി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രധാനമായും ഈ സംഗമത്തിൽ ഉണ്ടായിട്ടുള്ള ഈ 3 പാനൽ ചർച്ചകൾ അവിടെ നടന്ന 3 സെഷനുകളായി നടന്ന ചർച്ചകളിൽ ആകെ 1194 പേരുടെ പങ്കാളിത്തമാണ് ഉറപ്പാക്കാനായിട്ടുള്ളത് എന്ന് വരുന്നു. പക്ഷേ അത് എന്താണോ ഉദ്ദേശിച്ചത് അവിടേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് മന്ത്രി പറയുമ്പോൾ തന്നെ ഈ 3 സെക്ഷനുകളിൽ നടന്ന ചർച്ചകൾ അവിടെ ആളുകളുടെ പങ്കാളിത്തം വളരെ കുറവായിരുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങൾ ആ ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ വിമർശനമായി തന്നെ നിൽക്കുന്ന
ഘട്ടത്തിലാണ് മന്ത്രി തന്നെ ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും വലിയ ചർച്ച ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അത് ഏറ്റവും പോസിറ്റീവായാണ് മന്ത്രി ഇപ്പോൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നമുക്ക് വളരെ രാഷ്ട്രീയമായി പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് ആഗോള അയ്യപ്പ സംഗമം. ആ രീതിയിലുള്ള വാക്കുകൾ കൊണ്ടുള്ള ഏറ്റുമുട്ടലൊക്കെ ഇപ്പോൾ തുടരുന്നു, വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നെന്തായാലും വ്യക്തമായിരിക്കുന്നു. ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ഇന്നലെ മുതൽ ഞങ്ങളുടെ ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാൽ, ഇതിന്റെ ലൈവ് റിപ്പോർട്ടിംഗ് നിയന്ത്രിച്ചിരുന്നത് മഞ്ജുഷ് ഗോപാലാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെ അസോസിയേറ്റ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രനും അവിടെ ഇന്നലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സംഗമത്തെ ഇരുവരും വിലയിരുത്തുകയാണ്. ഇത് മന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അതിന്റെ ലക്ഷ്യം കൈവരിച്ചോ അതോ പരാജയമാണോ? പ്രതിപക്ഷം കപടഭക്തിയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ കാട്ടുന്നത് എന്ന് പറയുന്നു. വലിയ വിമർശനം ഒരു ഭാഗത്ത് ഉയരുന്നു. അപ്പോൾ എന്താണ് ഇതിന്റെ ആകെ തുക എന്ന് വിലയിരുത്തുന്നു ഇരുവരും. അവരിലേക്ക്. വിവാദങ്ങളിലൂടെ ശ്രദ്ധ നേടിയതാണ് പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമം. തുടക്കം മുതൽ തന്നെ കണ്ടതാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് ഇങ്ങനെയൊരു അയ്യപ്പ സംഗമം, അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാരുടെ സൗകര്യങ്ങൾ കൂട്ടുന്നതിന് വേണ്ടി ഒരു അയ്യപ്പ സംഗമം നടത്തണമെന്നൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വിവാദമായിരുന്നു. കാരണം ശബരിമലയെ തകർക്കുവാൻ ശ്രമിക്കുന്നതാണ് സർക്കാർ, അതുകൊണ്ട് സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു പ്രതിബദ്ധതയില്ല, അത് സത്യസന്ധതയില്ല എന്നൊക്കെ അന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അയ്യപ്പ സംഗമം അവസാനിക്കുമ്പോൾ സർക്കാരിന് അവകാശപ്പെടാം അന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചവർ പോലും ഇന്ന് സംഗമത്തിന്റെ ഭാഗമായി. അതൊക്കെ ഇന്ന് തുടക്കം മുതൽ തന്നെ ഇന്ന് അയ്യപ്പ സംഗമം ഒരു ഉദ്ഘാടനത്തോടു കൂടിയാണ് തുടങ്ങിയത്. അതിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തത്. അതിൽ തന്നെ മുഖ്യമന്ത്രി വളരെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള വാക്കുകളായിരുന്നു അദ്ദേഹത്തിന്റേത്. കാരണം അയ്യപ്പന്മാർക്കൊപ്പമാണ്, മറിച്ച് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് ശബരിമലയുടെ പുരോഗതിയോ അല്ലെങ്കിൽ അയ്യപ്പന്മാരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിൽ ആഗ്രഹമില്ലാത്തവർ. അതായത് ഈ ഭഗവത്ഗീതയിലെ ശ്ലോകമൊക്കെ ചൊല്ലിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ ലക്ഷ്യം എന്താണെന്നും സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നത് വളരെ കൃത്യമായ കാര്യമാണ്. അത്തരത്തിലുള്ള പ്രസംഗം ദേവസ്വം ബോർഡ് പലതവണ ശരണം വിളിച്ചുകൊണ്ടാണ് ദേവസ്വം പ്രസിഡന്റ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വാഗത പ്രസംഗം നടത്തിയപ്പോഴും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ അതായത് എങ്ങനെയെങ്കിലും ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നമുക്കറിയാം. പിണറായി വിജയനൊക്കെ ആരായിരുന്നു വിശ്വാസികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്കറിയാം. ശബരിമല പ്രക്ഷോഭ കാലഘട്ടമൊക്കെ ഓർമ്മയുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശനമൊക്കെ വലിയ വിവാദമായ സംഭവമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി വിശ്വാസികൾക്കൊപ്പം എന്ന് ബോധ്യപ്പെടുത്താനുള്ള അശ്രാന്തമായ പരിശ്രമം ഇന്ന് ഈ ആഗോള അയ്യപ്പ സംഗമവേദിയിൽ ഉണ്ടാക്കിയ സമയത്ത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം അതിൽ സംസാരിച്ച ആരും മുൻപ് 6 വർഷം മുൻപ് ശബരിമലയിൽ സംഭവിച്ച കാര്യങ്ങൾ, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച കാര്യങ്ങൾ, അത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഓരോരുത്തരുടെയും പ്രസംഗം എടുത്തു നോക്കിയാൽ അറിയാം. ആരും ആ ഒരു വിഷയത്തിലേക്ക് കടന്നില്ല. ചിലപ്പോൾ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചപ്പോൾ വിവാദങ്ങളുടെ കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റരുത് എന്ന് പറഞ്ഞു. ഇപ്പോൾ പുന്നല ശ്രീകുമാർ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ വിവാദങ്ങളിലൂടെയാണ് ശബരിമല അയ്യപ്പ സംഗമത്തിന് ഇത്രയും പ്രാധാന്യം കൈവന്നത് എന്ന് പറഞ്ഞു. അതല്ലാതെ മറ്റാരും ആ ഒരു വിഷയത്തിലേക്ക് പോകുവാനോ അല്ലെങ്കിൽ അതൊന്ന് എന്തെങ്കിലും അത് പറഞ്ഞത് വഷളാക്കുക. അതായത് ഈ ബിജെപിയും സംഘപരിവാർ സംഘടനകളും കോൺഗ്രസും ഒക്കെ ഉയർത്തുന്ന പ്രധാന വിഷയങ്ങൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്ന സാഹചര്യത്തിൽ ഈ പഴയ കേസുകൾ പിൻവലിക്കുമോ അല്ലെങ്കിൽ ഈ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ പ്രശ്നം പരിഹരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയോ അതൊരു പരാമർശമോ അയ്യപ്പ സംഗമവേദിയിൽ ഉണ്ടായില്ല. അല്ലെ? അത് മാത്രമല്ല, ഈ അയ്യപ്പ സംഗമത്തിന് ശേഷം സർക്കാർ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള വലിയൊരു പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷെ അത് ന്യൂനപക്ഷ സംഗമമല്ല. അതും സർക്കാരിനെ ഈ രീതിയിൽ വിവാദത്തിലാക്കുവാനും കുഴപ്പിക്കുവാനും വേണ്ടിയുള്ള പ്രചാരണങ്ങൾ എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. അതായത് ന്യൂനപക്ഷ വകുപ്പ് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. 33 സെമിനാറുകളുടെ കൂട്ടത്തിലൊരു സെമിനാറാണ്. ആ സെമിനാറിനെ ന്യൂനപക്ഷ സംഗമമായി മാത്രം വ്യാഖ്യാനിക്കുന്നുള്ള പരാതി മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പമാണ് ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വിശ്വാസികളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പ്രസംഗം മുഖ്യമന്ത്രി ഇരിക്കുന്നു. ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ അല്ലേ പിണറായി വിജയൻ ഭഗവത്ഗീതയുടെ ശ്ലോകമൊക്കെ എടുത്ത് ചൊല്ലി തത്വമസി എന്നതിനെയൊക്കെ വിശദീകരിച്ച് വളരെ കുറച്ചു ആളുകൾ മാത്രമേ സംസാരിച്ചുള്ളൂ. അവരെല്ലാവരും ഈ ശബരിമലയുടെ പുരോഗതി, ശബരിമലയുടെ വികസനം, അത് മാത്രമാണ് ലക്ഷ്യം എന്നതിൽ ഊന്നിയുള്ള സംസാരമായിരുന്നു. അതിനുശേഷം 3 സെഷനുകളായിട്ട് ചർച്ചകൾ നടന്നു. പക്ഷെ അതിലൊക്കെ ഈ ചർച്ചയിൽ മീഡിയയ്ക്ക് പ്രവേശനം ഉണ്ടായില്ല. പക്ഷെ ചർച്ചയിൽ പങ്കെടുത്ത് തിരികെ വന്ന അയ്യപ്പന്മാർ തന്നെ പറയുന്നു, അതിൽ പങ്കെടുത്ത യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ പറയുന്നത് പലതവണയായിട്ട് ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ വന്ന കാര്യങ്ങളൊക്കെ നേരത്തെ ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ്.
അപ്പോൾ ഞങ്ങളുടെ അടിസ്ഥാനമായ ആവശ്യങ്ങളിൽ ഇപ്പോൾ പമ്പയിലെയും സന്നിധാനത്തെയും ഒക്കെ സൗകര്യങ്ങൾ കൂട്ടണം, പിന്നെ സുഖദർശനം സാധ്യമാകണം, വന്ന് മടങ്ങേണ്ടി വരരുത്, അതായത് ആർക്കും ദർശനം കിട്ടാതെ മടങ്ങേണ്ടി വരരുത്. അത് മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുണ്ടാകരുത് എന്നത് മാത്രമാണ്. അപ്പൊ അതിലൂന്നി സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിന് കുറേയേറെ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നല്ലാതെ ഒന്നും കാണുന്നില്ല എന്നുള്ള നേരത്തെ വിവിധ ഘട്ടങ്ങളിൽ ചർച്ചയ്ക്ക് വന്ന പലവിധങ്ങളായ പദ്ധതികൾ അതിനപ്പുറം പുതിയ എന്തെങ്കിലും ഒരു ആശയം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത് അത് ഭക്തർക്ക് മുമ്പിൽ എത്തിക്കാനോ അത് പ്രാവർത്തികമാകുന്ന രീതിയിൽ ആലോചിക്കാനോ ഒന്നും ഈ ഉണ്ടായിട്ടില്ല. ഈ സെമിനാറുകളിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഒപ്പം ഈ പറഞ്ഞതുപോലെ ശബരിമല മാസ്റ്റർ പ്ലാൻ എന്നതിന്റെ ഏത് രീതിയിൽ അത് നടപ്പാക്കണം, അതിന്റെ ധനസമാഹരണം എങ്ങനെ, അന്ന കാര്യത്തിലൊക്കെ ഫലപ്രദമായ ഒരു ചർച്ചയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് പ്രതിനിധികൾ പറയുന്നത്. പക്ഷെ അങ്ങനെ ഡീപ്പായുള്ളൊരു ചർച്ചയും ഉണ്ടായില്ല. മാത്രമല്ല അവർ ചോദിക്കാൻ ഉദ്ദേശിച്ച കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ അത് ചോദിക്കുവാനായിട്ട് കൃത്യമായിട്ട് അവസരം കിട്ടിയിട്ടില്ല എന്നും അയ്യപ്പന്മാർ അവർ പറഞ്ഞത് വേദിയിൽ തന്നെ ഇരുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു, അവർക്ക് പ്രസംഗിക്കാൻ സമയം ലഭിച്ചില്ല. ഓരോ വിഷയമെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ വേദിയിൽ ഇരുന്നവർ തന്നെ സംസാരിച്ച് തീരുമ്പോഴേക്കും പിന്നെ സംശയങ്ങൾ ചോദിക്കാൻ പറ്റിയില്ല. അത് കേരളത്തിൽ നിന്ന് വന്ന അയ്യപ്പന്മാരെക്കാൾ കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്ര തെലങ്കാനയിൽ നിന്നും വന്ന അയ്യപ്പന്മാർക്കാണ്. അവരുടെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു, കാരണം അവർ അത്രയും ദൂരത്ത് നിന്ന് വന്നവരാണ്, പലതവണ മല ചവിട്ടിയിട്ടുള്ളവരാണ്. അപ്പോൾ ആ സമയത്ത് അവർ നേരിട്ടുള്ള പല വിഷയങ്ങളുമുണ്ട്. അത് ചില 20-25 വർഷങ്ങൾ സ്ഥിരമായിട്ട് മല ചവിട്ടിയ അയ്യപ്പന്മാർ പോലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കായിരുന്നു കൂടുതൽ വിഷയങ്ങൾ. പക്ഷെ അതിലേക്ക് അത്രമാത്രം കടക്കുവാനായിട്ടൊന്നും ഈ ചർച്ച കൊണ്ട് ഗുണകരമായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അയ്യപ്പന്മാർ അങ്ങനെ ഫീഡ്ബാക്ക് ആണ്. നമ്മൾ അങ്ങനെ സംസാരിച്ച ഈ ഇതിൽ സെമിനാറിൽ പങ്കെടുത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി അയ്യപ്പ ഭക്തന്മാരുമായി ചേർന്ന് അവരൊക്കെ ഈ വലിയ പ്രതീക്ഷയോട് വരുന്ന സ്ഥലമാണല്ലോ. കാരണം അവർക്കും പ്രധാനമാണ്, എല്ലാ വർഷവും വന്നു പോകുന്നവരാണ്. ശബരിമല വികസിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുക എന്നൊക്കെ ഉള്ളത് ഭക്തന്മാർക്കാണ് ഏറ്റവും ആവശ്യമായുള്ളത്. കാരണം എല്ലാ വർഷവും വന്നു പോകുന്നവരാണ്. പക്ഷെ അവരത്ര ഒരു ഫലപ്രദമായ ചർച്ച, ഈ ആഗോള അയ്യപ്പ സംഘം എന്നൊക്കെ പറയുമ്പോൾ സർക്കാർ ഭക്തന്മാരുടെ വേർഷൻ കൂടി കേട്ട് ശബരിമല വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ ഫലപ്രദമായ കാര്യമെന്ന് പറയുന്നത് നേരത്തെ 5000-ഓളം ആളുകളൊക്കെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തു. അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്ത ഒരു 3200-ഓളം ആളുകൾ അവർ നേരത്തെ മല ചവിട്ടിയവരാണ്. അങ്ങനെ ഒരു പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ടാണ് അവരെ തെരഞ്ഞെടുത്തത് എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ കാണാനായത് ഇതിനുള്ളിൽ പരമാവധി 1500 പേർ പ്രധാന വേദിയിൽ അയ്യപ്പന്മാർ എന്ന് പറയുന്നത്. പക്ഷെ ബാക്കി സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാരായിരുന്നു. 1500 പേർ പരമാവധി ദേവസ്വം ബോർഡുകളിലെ ജീവനക്കാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മാത്രമല്ല മറ്റ് ദേവസ്വം ബോർഡുകളിലെയും കൊച്ചിൻ ദേവസ്വം ബോർഡ്, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുണ്ടായിരുന്നു. CPM-ന്റെ അടക്കം ഡെലിഗേറ്റ്സ് എന്ന രീതിയിൽ തന്നെ, പ്രതിനിധികൾ എന്ന രീതിയിൽ തന്നെ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തവരാണ്. അപ്പോൾ യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ മാത്രമാണോ എന്ന് ചോദ്യം ഉന്നയിക്കുമ്പോൾ അത് സർക്കാരിന് പൂർണ്ണമായിട്ടും അതെ എന്ന് പറയുവാൻ സാധിക്കുകയില്ല. കാരണം അത് രജിസ്ട്രേഷൻ ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റാവുന്ന കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ അല്ല അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ അതിൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഒന്നാണ്. അതിൽ എത്രമാത്രം അയ്യപ്പ ഭക്തരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുവാനും അതിനൊരു പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുവാൻ സർക്കാരിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ രീതിയിൽ അത് വിജയമാണെന്ന് പറയുവാൻ കഴിയുകയില്ല. പിന്നെ സർക്കാർ ഈ പറഞ്ഞതുപോലെ ഈ എതിർപ്പ് വന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം അത് ആളുകളെ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ ഉണ്ടായിരുന്നു, പുന്നല ശ്രീകുമാർ KPMSന്റെ ഭാഗമായി ഉണ്ടായിരുന്നു, ഒപ്പം NSSന്റെ ഭാഗമായി സംഗീത് കുമാർ ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിവിധ സംഘടനകളുടെ പ്രതിനിധികളായി ഒരുപാട് ആളുകൾ പങ്കെടുത്തു എന്നുള്ള സർക്കാരിനെ സംബന്ധിച്ചുള്ള വലിയ വിജയമാണ്. മാസ്റ്റർ പ്ലാനും അതുപോലെ തന്നെ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചാൽ പോലും അതിന്റെ പിന്നെയും ഒരുപാട് വൈഷമ്യങ്ങളുണ്ട്. അത് കോടതിയുടെ അനുമതി, കേന്ദ്രത്തിന്റെ അനുമതി ഇതൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ കുറേയേറെ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് എന്നാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവയ്ക്ക് വേണ്ടിയുള്ള പണം സമാഹരിക്കുന്ന അടുത്ത ലക്ഷ്യമുണ്ട്, അതിലേക്ക് കടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ ഗുണകരമാകുമെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ നേരത്തെ കേട്ട് പല കാര്യങ്ങളും തന്നെയാണ് ഉടൻ തന്നെ അയ്യപ്പന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നൊക്കെ. പക്ഷേ ആ പരിഹാര നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ, വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ, നടപ്പിലായിട്ടില്ല. ഇതൊക്കെയാണ് അയ്യപ്പ സംഗമത്തിലും കണ്ടത്. ഇത്തരം കാര്യങ്ങൾ വന്നു, ചർച്ച ചെയ്തു, അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു, പുതിയ പദ്ധതി രൂപരേഖ വന്നു, വിമാനത്താവളത്തിന്റെ കാര്യം വന്നു, റെയിൽപാതയുടെ കാര്യം വന്നു എന്നൊക്കെ അല്ലാതെ അയ്യപ്പന്മാർക്ക് പൂർണ്ണമായും വിശ്വാസം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഒരു ഏകദേശ രൂപം. അതെ, നമുക്ക് ഇനി ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണം. ഇന്ന് ഒരുപാട് പ്രതികരണങ്ങളുണ്ടായി. മുഖ്യമന്ത്രി അടക്കം വേദിയിൽ സംസാരിച്ചു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംസാരിച്ചു, നിരവധി പ്രതികരണങ്ങളുണ്ടായി. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത ആളുകളോട് സംസാരിച്ചു. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം.
തീർച്ചയായും എന്തായാലും സെക്ഷനുകൾ നേരിട്ട് കണ്ട് അയ്യപ്പന്മാരോടും അവിടെ പങ്കെടുത്ത ആളുകളോടുമൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലും ഒപ്പം തന്നെ രഞ്ജിത്ത് രാമചന്ദ്രനും ഈ വിലയിരുത്തൽ നടത്തിയത്. പ്രതീക്ഷിച്ച തലത്തിലേക്ക് എത്തിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ഇതൊക്കെയാണ് അവിടുത്തെ യാഥാർത്ഥ്യം എന്നതാണ് ഇരുവരും സൂചിപ്പിച്ചത്. സർക്കാർ ശബരിമലയ്ക്ക് എതിരാണെന്നും നവോത്ഥാന നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോയെന്നുമുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടിയായി പ്രധാനപ്പെട്ട ഹിന്ദു സമുദായ സംഘടനാ നേതാക്കളെയെല്ലാം ആഗോള അയ്യപ്പ സംഗമത്തിൽ അണിനിരത്താൻ സർക്കാരിന് കഴിഞ്ഞു എന്നത് വളരെ നേട്ടമാണ്. യുവതീ പ്രവേശനം അടക്കമുള്ള വിവാദ വിഷയങ്ങൾ മാറ്റി നിർത്തി ശബരിമല വികസനം എന്ന അജണ്ടയിൽ NSSനെ വേദിയിൽ എത്തിക്കാനും സർക്കാരിന് കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ കാറിലാണ് വേദിയിലേക്ക് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എത്തിയത്. എനിക്ക് 89 വയസ്സുണ്ട്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് 3 പ്രാവശ്യം വന്നതാണ്. പിന്നെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മല കയറാൻ നിവൃത്തിയില്ല. അയ്യപ്പനോട് ഞാൻ പറഞ്ഞു, അയ്യപ്പ എനിക്കിനി വരാൻ നിവൃത്തിയില്ലേ എന്ന്. നിങ്ങളൊന്ന് ആലോചിക്കുന്നത്, റോപ്പേ എന്നെക്കൂട്ടുള്ള വയസ്സന്മാർക്ക് പോകാനും വരാനും കയറാനും എത്രയോ സൗകര്യമാണ്. ഈ പദ്ധതി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ അധികം നാളായി. ഈ റോപ്പ് ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ സാധനങ്ങൾ അയ്യപ്പൻ്റെ സന്നിധാനത്തിലേക്ക് കൊണ്ടുവരാനും ജനങ്ങളെ ഭക്തരെ കൊണ്ടുവന്ന് വരാനും പോകാനും സഹായകരമാണ്. അതൊക്കെ ഒരു സ്പീഡിൽ നടത്തുവാനുള്ള കർമ്മ പദ്ധതിയും അനുവാദവും മേടിക്കുവാനുള്ള ശ്രമം ഉണ്ടാകണം. മറ്റൊന്ന്, എന്നും ശബരിമലയിൽ ഈ വനഭൂമിക്കാരുമായിട്ട് തർക്കമാണ്. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ പെട്ടതാണ് വനവകുപ്പ് മന്ത്രി. ഈ വനവകുപ്പ് മന്ത്രി എവിടെ കിടക്കണോ, ഭരണക്കാർ എവിടെ കിടക്കണോ, ഇത് 2 ഭരണമാണോ എന്ന് വരെ ഇവിടെ എനിക്ക് സംശയമാണ്. എന്ന് വന്നാൽ ഒരു കുറ്റി വെച്ചാൽ വനക്കാർ എതിർത്തു, അതല്ലെങ്കിൽ ഷെഡ് കെട്ടിയാൽ അത് പൊളിപ്പിച്ചു എന്നെല്ലാം പറഞ്ഞ് എന്നും ഈ വിവാദങ്ങൾ ഈ ഉത്സവ സീസണിൽ വനവുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ അയ്യപ്പ ഭക്തർക്ക് വിരിവെക്കാനും കിടക്കാനും മറ്റെല്ലാ സൗകര്യങ്ങളും ഉതകാവുന്ന രീതിയിൽ വനഭൂമി ആവശ്യത്തിന് മാത്രം, ആവശ്യത്തിന് പാതിച്ച് വാങ്ങിയോ നിയമപ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നാണ് കിട്ടുന്നത്. എവിടുന്നോ അതിന് അവകാശപ്പെട്ട അധികാരപ്പെട്ടിൽ നിന്ന് ആ അവകാശങ്ങൾ വാങ്ങിക്കൊണ്ട് ഭക്തജനങ്ങൾക്ക് വരാനുള്ള ആവേശത്തോട് വരുത്തുമ്പോൾ, അവർക്ക് വരുമ്പോൾ വിരിവയ്ക്കാനും കിടക്കാനും ഉറങ്ങാനും സഞ്ചരിക്കാനും ഉള്ള എല്ലാ ഭൗതിക സാഹചര്യം കൂടി തയ്യാറാക്കാനുള്ള ഒരു ശ്രമം കൂടി ബോർഡിൽ നിന്ന് ഉണ്ടാകണമെന്ന ഒരു അപേക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും സംയുക്തമായി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം തീർച്ചയായിട്ടും ശബരിമല ദർശനത്തിനും ശബരിമലയുടെ വികസനത്തിനും ശബരിമല എത്തുന്ന ഭക്തജനങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം തീർച്ചയായിട്ടും അത് ഉപകരിക്കും. ഈ സംഗമം വഴി ശബരിമല ക്ഷേത്രവും എല്ലാം തന്നെ ആഗോള അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രചരണം നേടാൻ സാധിക്കും. വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങളുടെ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ഇവിടെ പറയുകയുണ്ടായി. അതെല്ലാം തന്നെ പരിഹരിക്കാൻ കഴിയട്ടെ. സംസ്ഥാന സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഈ പുണ്യഭൂമി വേറെ ഒരു തരത്തിലാക്കാൻ കഴിയട്ടെ. അതിനെല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ഈ അയ്യപ്പ സംഗമം വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു അയ്യപ്പ സംഗമം ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് സംഘടിപ്പിച്ചു. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, അതിൻ്റെ അയ്യപ്പ സംഗമത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ ആഗോള ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കാനന ക്ഷേത്രമായ ശബരിമലയുടെ വികസന കാര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ സാധ്യത തേടുന്ന ഒരു സംഗമത്തിന് പിന്തുണ കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്നെപ്പോലെയുള്ള സാമൂഹ്യ രംഗത്തുള്ള ആളുകളുടെ ഉത്തരവാദിത്വം. ഈ സംഗമത്തിന് അങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കുകയും ഇന്ന് ഈ സംഗമത്തിൽ ഞാൻ എത്തിച്ചേരുകയും ചെയ്തു.
പക്ഷെ ഉണ്ടായ വിവാദങ്ങളും വ്യവഹാരങ്ങളും ഈ സംഗമത്തിന് വലിയ തോതിലുള്ള ജനശ്രദ്ധ നേടിക്കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ശ്രദ്ധ ലഭിച്ച ഒരു സംഗമമാണ് പമ്പ മണപ്പുറത്ത് പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഗമം സംഘടിപ്പിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതിന് പിന്തുണ കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെയും കൂടുതൽ ശ്രദ്ധയും ശ്രമവും ഇക്കാര്യത്തിലുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താണ് അപ്പോൾ സർക്കാരിന് ആഗോള അയ്യപ്പ സംഗമം കൊണ്ടുള്ള പ്രധാനപ്പെട്ട നേട്ടമെന്ന് ചോദിച്ചാൽ ഹിന്ദു സമുദായ സംഘടനാ നേതാക്കളെയെല്ലാം ഒപ്പം നിർത്താനായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഞങ്ങളുടെ സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിന്റെ റിപ്പോർട്ട് കാണാം. ഇത്രയും നാൾ ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ, ഇപ്പോൾ എന്താണ് പെട്ടെന്ന് അയ്യപ്പ സംഘവുമായി ഈ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയത്ത് രംഗത്തെത്തിയത് എന്നുള്ള വിമർശനത്തിന് മറുപടി നൽകേണ്ട ബാധ്യതയായിരുന്നു സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നത്. അതിനുള്ള മറുപടി കൂടിയായി അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന വേദി മാറി എന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് അത് അയ്യപ്പ വിശ്വാസികൾക്കെതിരായിരുന്നു എന്ന NSS പോലെയുള്ള സംഘടനകളുടെ നിലപാട്. ആ നിലപാട് എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അതിനോട് പ്രതികരിക്കുന്നത് എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അതോടൊപ്പം തന്നെയാണ് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്ന് നടത്തിയ വനിതാ മതിൽ പോലെയുള്ള ഉദ്യമങ്ങൾ. അപ്പോൾ അതിനോട് അന്ന് അനുകൂല നിലപാട് എടുത്ത സംഘടനകൾ ഇപ്പോൾ അയ്യപ്പ സംഗമവുമായി സർക്കാർ മുന്നോട്ട് വരുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതികരണം നടത്തും എന്നതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ 3 പ്രധാനപ്പെട്ട സംഘടനകളെ, ഹൈന്ദവ സംഘടനകളെ, 1 NSS, 2 SNDP, 3 KPMS, ഈ 3 പേരെയും ഒരേ വേദിയിൽ ഇരുത്തുവാൻ ഇന്ന് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരിക്കുകയാണ്. ഇവർ വ്യത്യസ്തമായ നിലപാട് യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്നവരാണ്. NSS ആണെങ്കിൽ അന്ന് സർക്കാർ എടുത്ത നിലപാടിനെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചതാണ്. SNDP ആകട്ടെ അന്ന് യുവതീ പ്രവേശനത്തിന് അനുകൂലമായിരുന്നില്ല നിലപാട് എങ്കിൽ കൂടിയും സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയേ പറ്റൂ എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചവരും നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നവോത്ഥാന സംരക്ഷണ സമിതിക്ക് പിന്തുണ നൽകിയവരുമാണ്. KPMS ആകട്ടെ നവോത്ഥാന സംരക്ഷണ സമിതിക്ക് ഒപ്പവുമായിരുന്നു. പക്ഷേ ഈ 3 പേരെയും ഈ അയ്യപ്പ സംഗമ സമയത്ത് സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റുകയാണ് ചെയ്തത്. ഇവിടെ അന്ന് നഷ്ടപ്പെട്ട ഹൈന്ദവ വോട്ടുകൾ തിരിച്ചുപിടിക്കുവാനുള്ള ശ്രമം നടത്തുന്നു എന്ന ആരോപണം ഉയർന്നു വന്നപ്പോൾ അതിൽ ഒരു ആശങ്കയും സർക്കാർ അങ്ങനെ ചെയ്യുകയാണോ എന്ന ആശങ്ക പ്രകടിപ്പിച്ചവരാണ് KPMS. പക്ഷേ KPMSന്റെ നേതാവ് പുന്നല ശ്രീകുമാർ ഇന്ന് വന്നു പറഞ്ഞത് ഈ വിവാദ വിഷയങ്ങളൊന്നും ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടവയല്ല എന്നതാണ്. അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും അതേ നിലപാട് തന്നെ പറയുകയാണ്. ശബരിമലയുടെ വികസനം മാത്രം ചർച്ച ചെയ്താൽ മതിയെന്ന്. NSSന്റെയും നിലപാട് അതുതന്നെയാണ്. അതായത് ഈ അയ്യപ്പ സംഗമം നടത്താൻ ഇറങ്ങിപ്പുറപ്പെട്ട സമയത്ത് ഉയർന്നു വന്ന വിമർശനങ്ങളുടെ മുനയൊടിക്കുവാൻ സംസ്ഥാന സർക്കാരിന് എന്തായാലും ഈ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട്. അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുള്ള ചർച്ചകളിലേക്കും പോവുകയില്ല, ശബരിമല ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളിലേക്കും പോവുകയില്ല എന്നുള്ള കാര്യം ഇവരെയൊക്കെ ക്ഷണിക്കുന്ന സമയത്ത് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ഈ നേതാക്കളെയൊക്കെ നേരിട്ട് കണ്ട് ബോധിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവരൊക്കെ ഈ അയ്യപ്പ സംഘവുമായി സഹകരിക്കാൻ തീരുമാനിച്ചതും. അത് സംസ്ഥാന സർക്കാരിന്റെ വിജയമാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഈ ചർച്ചകൾ അത് ഭാവിയിൽ എന്തൊക്കെ രീതിയിൽ ഗുണകരമായി ശബരിമലയ്ക്ക് വന്നു തീരും എന്നുള്ള കാര്യത്തിൽ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലുണ്ട്. ഇതിനു മുൻപും ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തവയാണ്. പക്ഷേ അത് പ്രാവർത്തികമായി വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് അയ്യപ്പ വിശ്വാസികളെ മാത്രം കൂട്ടി നേരത്തെ അനുകൂല നിലപാടും എതിർ നിലപാടുമൊക്കെ, അതായത് സംഘടനകളുടെ നിലപാട് വ്യത്യാസമില്ലാതെ അവരെ കൂടെ കൂട്ടി ഇത്തരമൊരു അയ്യപ്പ സംഗമവും ചർച്ചയും ഒക്കെ നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും കൂടുതൽ പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ളത് ഇരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഒരൊറ്റ അജണ്ടയിൽ, ശബരിമല വികസനം എന്ന അജണ്ടയിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങൾ ശബരിമലയുടെ വികസനത്തിൽ താൽപര്യമുള്ളവരാണ് എന്ന് അയ്യപ്പ വിശ്വാസികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് അയ്യപ്പ സംഗമത്തിന്റെ രാവിലത്തെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രതിഫലിച്ച ഒരു കാര്യം കൂടിയാണ്. ചർച്ചകൾ കൂടി കഴിയുമ്പോൾ അയ്യപ്പ വിശ്വാസികൾ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയവർ ഏത് തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും എന്നതിനെ കൂടി ആശ്രയിച്ചായിരിക്കും എത്രത്തോളം വിജയം അയ്യപ്പ സംഗമത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ. ഇനിയുമുണ്ട് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. ഇടവേളയ്ക്ക് ശേഷം
കലാപത്തിന്റെ വാർത്തകളിലേക്കാണ് വീണ്ടും നമ്മൾ കടക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ആഗോള അയ്യപ്പ സംഗമത്തിനെ എതിർക്കുകയും അത് ബഹിഷ്കരിക്കുകയും ചെയ്ത UDF-നുള്ള സർക്കാരിന്റെ മറുപടിയായിരുന്നു ഈ ഹിന്ദു സമുദായ സംഘടനകളെ ഒപ്പം നിർത്തിയതെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്ന BJP-യെയും സംഘപരിവാർ സംഘടനകളെയും വെട്ടിലാക്കിയത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശമാണ്. എതിർക്കുന്നവർക്കുള്ള രാഷ്ട്രീയ മറുപടിയായി ദേവസ്വം മന്ത്രി VN വാസവൻ തന്നെയാണ് യോഗിയുടെ ആശംസാ സന്ദേശം ഉദ്ഘാടന വേദിയിൽ വായിച്ചത്. ബഹുമാനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ. ഡിയർ ശ്രീ VN Vasavan ji, I am thankful for the invitation of attending Agola Ayyappa Sangamam on 20th September 2025 at Pamba in commemoration of the Platinum Jubilee of the Travancore Devasam Board. Lord Ayyappa is the divine protector of Dharma. Perspective Agola Ayyappa Sangamam assumes much significance. Hope that this conclave would be successful in achieving its objectives. With regards, Yogi Adityanath. CPM എപ്പോഴും വിമർശന മുനയിൽ നിർത്തുന്ന യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശമാണ് ഒരു മന്ത്രി തന്നെ ഈ രീതിയിൽ ഒരു സമ്മേളനത്തിൽ വായിക്കുന്നത്. രഞ്ജിത് രാമചന്ദ്രന്റെ റിപ്പോർട്ട് കാണാം ഇതുമായി ബന്ധപ്പെട്ട്. ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ വിവാദങ്ങളുടെ ഒരു കോലാഹലമായിരുന്നു. നമുക്കറിയാം പല വിധത്തിലുള്ള എതിർപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. ഹൈന്ദവ സംഘടനകളുടെ ഒരു വിശ്വാസം ആർജിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പല സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വന്നു. BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഈ പറഞ്ഞ വിഷയത്തിൽ വലിയ എതിർപ്പുമായി രംഗത്ത് വരുന്ന കാഴ്ച കണ്ടു. കോൺഗ്രസ് പ്രതിപക്ഷം ശക്തമായ ഭാഷയിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് ദേവസ്വം പ്രസിഡന്റ് എത്തിയപ്പോൾ കാണാൻ തയ്യാറാകാത്ത സാഹചര്യം ഉരുത്തിരിഞ്ഞു. ഇതിനൊക്കെ പറഞ്ഞു വെച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം വിശ്വാസികളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ്, ഒരു ഭരണ സംവിധാനമാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ളതാണ്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകൾ, ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാത്ത സർക്കാർ, സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അനുകൂലിച്ച് നൽകിയ സർക്കാർ, അവർ അയ്യപ്പ സംഘം നടത്തുമ്പോൾ അതെങ്ങനെ വിശ്വാസയോഗ്യമാവുന്ന ചോദ്യമാണ് ഇവരൊക്കെ ഉന്നയിച്ചത്. പക്ഷെ ഇന്ന് അതിന് ദേവസ്വം മന്ത്രിയുടെ മറുപടി എന്നുള്ള രീതിയിൽ ഇന്ന് കൃത്യമായി തന്നെ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ അവതരിപ്പിച്ചു കാണിച്ചത് യോഗി ആദിത്യനാഥ്. നമുക്കറിയാം രാജ്യത്തെ BJP-യുടെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന്റെ കത്ത്, ആശംസ കത്ത് വായിച്ചുകൊണ്ടാണ്. ആ കത്തിന്റെ പൂർണ്ണ രൂപം മുഴുവൻ ദേവസ്വം മന്ത്രി വായിച്ചു എന്നുള്ളതാണ്. അതിൽ വളരെ കൃത്യമായി പറയുകയാണ്, തനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല, പക്ഷേ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് മഹത്തായ ഒരു കാര്യമാണ്, അതിന് എല്ലാ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞ് ദേവസ്വം മന്ത്രി തന്നെ ഈ കത്ത് വായിക്കുമ്പോൾ അത് കൃത്യമായ അർത്ഥതലങ്ങൾ ഉള്ളതാണ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. കാരണം നമുക്കറിയാം അടുത്ത ദിവസങ്ങളിൽ BJP-യുടെ കാർമ്മികത്വത്തിൽ ഒരു അയ്യപ്പ സംഗമം ഇതുമായി ബന്ധപ്പെട്ട ഒരു ബദൽ പരിപാടി പന്തളത്ത് നടക്കുന്നുണ്ട്. അത് സംഘപരിവാർ സംഘടനകളും BJP-യും ഒക്കെ ഒരുമിച്ചാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നറിയാം. അതിൽ 50,000-ലധികം ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതിനെതിരെ വലിയ പ്രചരണം നടത്തിയത്, അയ്യപ്പ സംഗമത്തിനെതിരെ വലിയ പ്രചരണം നടത്തിയത് സംഘപരിവാർ സംഘടനകളും BJP-യാണ്. അവരോട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ കത്ത് ഈ വേദിയിൽ വായിക്കുന്നതിലൂടെ തങ്ങളുടെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് സാർവത്രികമായ ഒരു പിന്തുണയുണ്ട് എന്നും തങ്ങളെ എതിർക്കുന്നവരുടെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ പോലും പിന്തുണയ്ക്കുന്നുണ്ട് എന്ന ശക്തമായ സന്ദേശം കൂടി ദേവസ്വം മന്ത്രി നൽകാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും നമുക്കറിയാം ഈ സംഗമത്തിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ആളുകൾ വന്നില്ല, പ്രതീക്ഷിച്ച സംഘടനകളുടെ ഒരു പങ്കാളിത്തം ഉണ്ടായില്ല. പക്ഷെ അപ്പോഴും NSS-ന്റെയും SNDP-യുടെയും KPMS-ന്റെയും പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടായത് കൂടി ശ്രദ്ധേയമാണ്. പക്ഷെ എങ്കിലും സർക്കാർ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയമായോ എന്ന് ചോദ്യം ചോദിച്ചാൽ അത് നേരിട്ട് കണ്ട ഒരാളെന്ന നിലയ്ക്ക് അത്രയധികം ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ ഈ ഡെലിഗേറ്റ്സിന്റെ ഒരു സാന്നിധ്യം ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭരണഘടനാപരമായി തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ, 2 മന്ത്രിമാരെ മാത്രമാണ് പങ്കെടുത്തത്. അതിനിടയിൽ ഒരു മന്ത്രി അല്പം ഒന്ന് തനിക്കൊരു പ്രാധാന്യം നൽകിയില്ല എന്ന് പറഞ്ഞ് ഒന്ന് പിണങ്ങിപ്പോയ മന്ത്രി പിന്നെ തിരിച്ചു വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് അയ്യപ്പന്മാർ ഏറ്റവും കൂടുതൽ ശബരിമലയിലേക്ക് വരുന്ന ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള പ്രാതിനിധ്യം, അതായത് നേരിട്ട് ക്ഷണിച്ച ഭരണകർത്താക്കളുടെ നിന്ന് പ്രാതിനിധ്യം ഈ സംഘവുമായി ബന്ധപ്പെട്ട ഉണ്ടായില്ല എന്നുള്ളതാണ്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അടക്കം ക്ഷണിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായില്ല. പക്ഷെ അപ്പോഴും ഈ യോഗി ആദിത്യനാഥ് ആശംസ അർപ്പിച്ചുകൊണ്ട് നൽകിയ കത്താകും ഇനിയുള്ള ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് അടക്കം ഉയർത്തിക്കാട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
തീർച്ചയായും എന്തായാലും ആഗോള അയ്യപ്പ സംഗമം സമാപിച്ചുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇനിയും തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശബരിമലയുടെ മതാതീത ആത്മീയത ഓർമ്മിപ്പിച്ചും ഭഗവത്ഗീത ശ്ലോകം ഉദ്ധരിച്ചുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഉദ്ഘാടന പ്രസംഗം. അയ്യപ്പ സംഗമത്തിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ശബരിമലയുടെ സമഗ്ര വികസനം സാധ്യമാക്കുമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ വാഗ്ദാനം നൽകി. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ വരും ദിവസങ്ങളിലും ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡാൻ കുര്യൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നൽകുന്നു. ആഗോള അയ്യപ്പ സംഗമം പൂർത്തിയാകുമ്പോൾ രാഷ്ട്രീയമായി UDF-ഉം BJP-യും ഉന്നയിച്ച വിവാദങ്ങൾക്ക് കൂടിയുള്ള മറുപടിയായാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഉദ്ഘാടന പ്രസംഗത്തെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒരുപക്ഷെ അദ്ദേഹം കൃത്യമായി രാഷ്ട്രീയവും വിശ്വാസവും എല്ലാം പങ്കുവച്ചു അല്ലേ ശശി? തീർച്ചയായിട്ടും അദ്ദേഹം നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, അതായത് നമ്മൾ വിവാദങ്ങൾ നിൽക്കുന്നു, പ്രതിഷേധങ്ങൾ നിൽക്കുന്നു, അതിനെല്ലാം മറുപടി പറയുന്ന രീതിയിലാണ് അദ്ദേഹം ഇന്ന് ഉദ്ഘാടനത്തിൽ സംസാരിച്ചത്. അതായത് എനിക്ക് തോന്നുന്നത് എടുത്തു പറയേണ്ട കാര്യം, ഈ സമീപകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദം ഉണ്ടായത് ശബരി റെയിലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. ചില മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. അതിനുള്ള കൃത്യമായ ഒരു മറുപടി ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാരാണ് ഇതിന്റെ പദ്ധതി നടപ്പിലാക്കേണ്ടതിന്റെ പാതി ചെലവ് വഹിക്കേണ്ടത്, പകുതി ചെലവ് സംസ്ഥാനം വഹിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് കേന്ദ്രം തന്നെയാണ്. ഈ കാര്യം താൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി അടക്കം സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്നോട്ട് പോയി എന്ന് പറയാൻ കഴിയുമെന്നാണ്. അത്തരം ഒരു വിവാദം ഉണ്ടായിരുന്നു. അതിന് കൃത്യമായ ഒരു മറുപടി ഇന്നത്തെ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുന്നത്. കാരണം ഈ ശബരി റെയിൽപാത നടപ്പിലാക്കുക എന്നുള്ള സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, ആവശ്യമാണ്. ഒപ്പം കേന്ദ്രമാണ് നടപ്പിലാക്കേണ്ടത്. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വിമർശനം, അത്തരം തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നു. അതിന് കൃത്യമായൊരു മറുപടിയാണ് മുഖ്യമന്ത്രി ഇന്ന് ഈ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ വ്യക്തമാക്കി. അത് റെയിലിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞു. അതിലൊന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട വിമാനത്താവള പദ്ധതിയാണ്. നേരത്തെ പാരിസ്ഥിതിക അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പാതി വഴിയിൽ അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ വരുന്ന ഡിസംബർ മാസത്തിന് മുമ്പ് കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കും. ശബരിമലയ്ക്ക് വേണ്ടി ഒരു വിമാനത്താവളം യാഥാർത്ഥ്യമാകുമെന്ന് സൂചന നൽകുന്ന വലിയൊരു വികസന പദ്ധതിയുടെ ഒരു നാന്ദി കുറിക്കലിന്റെ വാക്കുകൾ കൂടി ഡിസംബർ അവസാനത്തോടെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ എന്റെ വാക്കി നടപടിക്രമങ്ങളെല്ലാം, അതായത് വിമാനത്താവളം എന്ന് പറയുമ്പോൾ അതിന് പാരിസ്ഥിതിക അനുമതി ലഭിക്കണം. അതോടൊപ്പം അത് എവിടെ എന്നതിൽ കൃത്യമായ ഒരു ധാരണ ഉണ്ടാകണം. അതോടൊപ്പം അതിന്റെ അനുബന്ധ വികസന പ്രവർത്തനങ്ങളും, വിമാനത്താവളം എന്ന് പറയുമ്പോൾ അതിന്റെ ഈ അനുബന്ധമായി ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളുടെ വികസന പ്രവർത്തനങ്ങളിലാണ് ഒരു പൂർത്തീകരണം ഉണ്ടാകേണ്ടത്. അതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ രണ്ടാം ഘട്ട പ്രവർത്തനം വിജയമായിട്ടുണ്ട്. ഇപ്പൊ ഡിസംബറോടുകൂടി അതിന് അന്തിമമായ ഒരു ചിത്രം തെളിയും. അതായത് ശബരി റെയിലും അതോടൊപ്പം തന്നെ ശബരി വിമാനത്താവളവും ഇത് രണ്ടും പൂർത്തിയാക്കുമെന്ന വ്യക്തത വരുത്തുന്ന വാക്കുകളായിരുന്നു മുഖ്യമന്ത്രിയുടെ. അതോടൊപ്പമാണ് റോപ്പ് വേ സംവിധാനം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ് അല്ലേ ശശി? പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളുണ്ട്. അത്ര ഒട്ടേറെ. അതായത് ഈ റോപ്പ് വേ കേന്ദ്രവനം എന്തായിരിക്കും, ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം എന്തായിരിക്കും? ഈ റോപ്പ് വേ യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ചരക്ക് നീക്കമാണ് പ്രധാനപ്പെട്ട. ട്രാക്ടർ ഇപ്പം ഈ ജനങ്ങളുടെ ഇടയിൽ കൂടെ ഓടിച്ചിട്ട് പോകുന്നൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. സന്നിധാനത്തേക്ക് ഈ ഭക്തർ പോകുമ്പോൾ തന്നെ ട്രാക്ടർ ഉപയോഗിച്ചാണ് ചരക്ക് നീക്കം സന്നിധാനത്തിൽ നടക്കുന്നത്. അത് ഒഴിവാക്കാൻ കഴിയും. രണ്ടാമത് അടിയന്തര ഘട്ടത്തിൽ സന്നിധാനത്ത് നിന്ന് രോഗികളെ പമ്പയിലേക്ക് എത്തിക്കാൻ കഴിയും. അത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് മരങ്ങൾ കൂടുതൽ മുറിച്ചു മാറ്റാതെ പരിസ്ഥിതിക്ക് ദോഷമില്ല, ഇല്ല അങ്ങനെ നടപ്പിലാക്കാൻ. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട. അതുകൊണ്ട് റോപ്പയും കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. അതായത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ശബരി റെയിൽ, ശബരി വിമാനത്താവളം, റോപ്പ് വേ സംവിധാനം. ഇത് മൂന്നും യാഥാർത്ഥ്യമാക്കാനുള്ള അടിയന്തരമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട് അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ അത് പമ്പയിലും അതോടൊപ്പം സന്നിധാനത്തും ഒതുങ്ങുന്നതല്ല. തീർച്ചയായിട്ടും നിലയ്ക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടപ്പിലാക്കേണ്ട ഒരു വികസന പദ്ധതിയുടെ ലേ ഔട്ട്, ഒരു പ്ലാൻ, അതിനെ സംബന്ധിച്ച സൂചനകൾ അദ്ദേഹം കൃത്യമായി തന്നെ നൽകി. ഏതാണ്ട് 718 കോടി രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒന്നും രണ്ടും മൂന്ന് ഘട്ടങ്ങളായി നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളുടെ ലേ ഔട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിന്റെ സുദീർഘമായ ഉദ്ഘാടന പ്രസംഗത്തിൽ വിശദീകരിച്ചത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ശബരിമലയിലെ വിശ്വാസ സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കുക എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഈ പരിപാടി തീർച്ചയായിട്ടും. അപ്പോൾ അതിന്റെ രാഷ്ട്രീയം കേരളം വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യും.
കാരണം അടുത്ത ദിവസം വീണ്ടും സമാനമായ കാര്യം ഉന്നയിച്ചുകൊണ്ട് BJPയും 22-ന് പന്തളത്ത് വെച്ച് വിശ്വാസ സംഗമം നടക്കുകയാണ്, അയ്യപ്പ സംഗമം നടക്കാൻ പോവുകയാണ്. അതിനുശേഷം ന്യൂനപക്ഷ സംഗമത്തിലേക്ക് കടക്കാനുള്ള ഒരു നീക്കം തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് ഒരു വിവാദമാക്കേണ്ട സംഗമമല്ല, സെമിനാറാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ശബരിമലയുടെ പേരിൽ തുടങ്ങിയിരിക്കുന്ന ഈ സംഗമം അത് തുടർന്നങ്ങോട്ട് നടക്കാൻ പോകുന്ന വലിയ സംഗമങ്ങളുടെ ഒരു നാന്ദി കുറിക്കൽ വേദിയായി ഇവിടെ മാറിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം വെള്ളാപ്പള്ളി നടേശൻ്റെത് തന്നെയായിരുന്നു. ഈ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാറിലാണ് ഇരുവരും ഒന്നിച്ചെത്തിയത്. അങ്ങനെ അവിടെ വന്നതും പിന്നീട് അദ്ദേഹം സംസാരിച്ചതും ഓരോ മാധ്യമങ്ങൾക്കും നൽകിയ ഇന്റർവ്യൂ വരെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. എന്തായാലും ഈ സംഗമത്തിൽ വന്ന കാര്യങ്ങൾ, ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ നടപ്പായാൽ നല്ല കാര്യമെന്നാണ് വെള്ളാപ്പള്ളിക്ക് പറയാനുള്ളത്. പ്രവർത്തിയുടെ വാക്യം പറയാം. വിശ്വാസമുണ്ടോ ഇത് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുന്നത് നല്ല കാര്യം. കാരണം ഇതൊക്കെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം നടക്കുമ്പോഴും ഈ പദ്ധതി നടപ്പാക്കുമ്പോഴും അയ്യപ്പന്മാർക്ക് ഇപ്പോഴും വന്നാൽ അതിനുള്ള എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ? വനഭൂമി വേണ്ട, ഇപ്പൊ തന്നെ ഇരിക്കാനും കിടക്കാനും സ്ഥലമില്ല, കുറെ വനഭൂമി കൂടെ വേണം ഇവിടെ. അത് ആദ്യം എടുക്കുക, പദ്ധതിയില്ല, അത് ഗംഭീരം, നടന്നാൽ സുന്ദരം, കാത്തിരുന്ന് കാണാം. ആദ്യഘട്ടം മുതൽ പിന്തുണച്ച ഒരാളാണ്, പക്ഷെ ഇറങ്ങുമ്പോൾ ഒരു സംതൃപ്തി കുറവ് പോലെ തോന്നുന്നു. ഒരു സംതൃപ്തി കുറവൊന്നുമില്ല. എന്തിനാ സംതൃപ്തി കുറവ്? നടന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇതെല്ലാം നടന്നാല സംഗമം ലക്ഷ്യം നല്ലതാണ്. ലക്ഷ്യസ്ഥാനത്ത് എത്തണ്ടേ? എത്തിയ ശേഷമല്ലേ നമുക്ക് അതിന്റെ ഗുണങ്ങൾ അനുഭവിച്ചാലല്ലേ. പഞ്ചാര പറഞ്ഞുകൊണ്ടായില്ല, പഞ്ചാര വായിലിട്ട് തന്നാലല്ലേ അതിന് സ്വാതറിയാനൊക്കെയുള്ളൂ. ബൃഹത്തായ പദ്ധതി സർക്കാർ കൊണ്ടുവരുന്നു. നമ്മൾ സഹകരിക്കുക, സഹായിക്കുക, വിജയിപ്പിക്കുക. ഹിന്ദു സംഘടനകളുടെ സംഗമത്തെ എങ്ങനെ കാണുന്നു? 22-ാം തീയതി അത് നടക്കട്ടെ. ഇന്ന് ക്ഷണിച്ചില്ല, അതപ്പം ആലോചിക്കാം. ഇത് മാത്രമല്ല, ഇതിലൊന്നും വിരോധമാണ് അവരെന്ന് ഒരു തോന്നലുണ്ട്. അപ്പൊ ഞാൻ രണ്ടു വള്ളത്തെ സഞ്ചരിക്കുന്നത് ശരിയാണ് അല്ല. പക്ഷെ അവരെന്നോട് പറഞ്ഞത് ഈ സംഗമം കൂടുന്നതിൽ അവർക്ക് വിരോധമൊന്നുമില്ല, ഇതിനെതിരല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒന്നേ ഉള്ളൂ, ആ കേസ് പിൻവലിക്കണം, അഫിഡവിറ്റ് തിരുത്തി കൊടുക്കണം. അത് രണ്ടും കൊടുത്താൽ ഇതിനോട് യോജിപ്പാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഈ സംഗമത്തിന് അവരൊരിക്കലും എതിരല്ല, ഈ ലക്ഷ്യത്തിനെതിരല്ല എന്ന് അതിന്റെ സംഘാടകർ ഞാനുമായിട്ട് ചർച്ച ചെയ്യാമെന്നപ്പോൾ എന്നോട് പറഞ്ഞത്. എന്നെ അന്ന് ചെല്ലാൻ ക്ഷണിച്ചിട്ടുമില്ല. ഈ കേസ് പിൻവലിക്കുന്നതിലും അഫിഡവിറ്റിന്റെ കാര്യത്തിലൊക്കെ താങ്കളും ഞാൻ കേസ് പിൻവലിക്കുന്ന കാര്യത്തിൽ ഞാൻ പരസ്യമായി പറഞ്ഞാണല്ലോ, ഞാൻ ലേഖനം വരെ എഴുതാണ്. കേസ് പിൻവലിക്കണം. അറിഞ്ഞോ അറിയാതെ ഒരുപാട് ആളുകൾ പോയി പെട്ടുപോയിട്ടുണ്ട്. അത് പിൻവലിച്ചു കൊടുത്ത് പാവങ്ങൾ സഹായിക്കണം ഗവൺമെന്റ്. സർക്കാർ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് മുൻകൈ എടുക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കണം. അതൊക്കെ ചെയ്തു. ഇനി എന്താണ് അതിന്റെ ഫലപ്രാപ്തി എന്നത് കണ്ടു തന്നെ അറിയണമെന്നതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ആദ്യം എല്ലാവരും പഠിക്കണമെന്നായിരുന്നു ഭീമൻ രഘുവിന് പറയാനുണ്ടായിരുന്നത്. തനിക്ക് ഇടതുപക്ഷ സർക്കാരിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് സംഗമത്തിന് വന്നതെന്നും ഭീമൻ രഘു ന്യൂസ് 18നോട് പറഞ്ഞു. അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്താണ് ഈ ആഗോള അയ്യപ്പ സംഗമം? അതിന്റെ പ്രസക്തിയായിട്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, ദേവസ്വം ബോർഡിന്റെ പരിപാടിയല്ല, ദേവസ്വം ബോർഡ് സ്പോൺസർഷിപ്പ് ചെയ്ത് നടത്തുന്ന ഒരു പരിപാടി. അത് സർക്കാരിന്റെ പരിപാടിയാണ്. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അതെല്ലാം കേട്ടിട്ടുണ്ട്. സർക്കാരിന്റെ മന്ത്രിമാരാണ് നേരിട്ട് പോയി തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത്. അല്ല, അത് വിളിക്കാവില്ല, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു മുഖ്യമന്ത്രി ചെന്നിട്ട് വേറൊരാളിനെ വിളിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആണ് ഇതെന്നുള്ളതാണ്. അല്ല, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. അതാണ് ഈ ന്യൂസ് 18ന്റെ കുഴപ്പം. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അല്ല, നിങ്ങൾക്ക് മനസ്സിലായതല്ല, നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് പറയുന്നതാണ്. അത് പഠിക്കണം, പഠിച്ചിട്ടേ ഇതൊക്കെ സർക്കാരിന്റെ പരിപാടിയല്ല. അല്ല, സർക്കാരിന്റെ അല്ല, ദേവസ്വം ബോർഡും അല്ല. ദേവസ്വം ബോർഡ് സ്പോൺസർഷിപ്പ് ചെയ്തുണ്ടാക്കുന്ന പരിപാടിയാണ്. ശബരിമലയുടെ വികസനവും ഭക്തരുടെ സൗകര്യങ്ങളുമാണ് പ്രധാനമെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു. അതിനുള്ള എല്ലാ വികസന പരിപാടികളെയും പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ ഈ ട്രെയിൻ സർവീസിൻ്റെയും പിന്നെ എയർപോർട്ടിൻ്റെയൊക്കെ അതിനൊരു ശക്തി കൂട്ടും. ജനങ്ങളുടെ ഒരു മൊത്തം ഒരു ഇത് പങ്കെടുത്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിന് ശക്തി ഉണ്ടാവും തീർച്ചയായിട്ടും. നേരത്തെയും ഒരുപാട് പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും വികസനം കുറച്ചുകൂടി പ്രശ്നമുള്ള സ്ഥലമാണ്.
ഭക്തരുടെ ഒരു പ്രാതിനിധ്യമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതെ, എല്ലാ ഭക്തന്മാർക്ക് വന്നേ പറ്റുള്ളല്ലോ. അതിനുള്ള സൗകര്യങ്ങൾ കൂടുതലുണ്ടാവണം, ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് എത്ര രാഷ്ട്രീയപരമായിട്ട് കാര്യമൊന്നും എനിക്കറിഞ്ഞൂടാ. എല്ലാവരും കൂടി ശ്രമിച്ചാൽ നടക്കും. ഇപ്പൊ ഈ ചർച്ചയിലൊക്കെ കേട്ടിരുന്നല്ലോ പ്രസംഗങ്ങളൊക്കെ, ഒരു പ്രതീക്ഷയുണ്ടോ? എനിക്ക് പ്രതീക്ഷയുണ്ട്. ഞാൻ എപ്പോഴും പ്രതീക്ഷയുള്ള ആളാണ്. പാർട്ടി വിശ്വാസത്തോടുകൂടി, അല്ലാതെ അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പോലും എനിക്ക് പറ്റില്ല. സന്തോഷം. എന്തായാലും ചരിത്രത്തിൽ ആദ്യമായ ഒരു ഇടതുപക്ഷ സർക്കാർ ശബരിമലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചതാണ്. അതിൽ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെയാണ് അവിടെ നടന്നത്, ഇനി എന്തൊക്കെയാണ് നടക്കാനുള്ളത്, ലക്ഷ്യപ്രാപ്തിയിലേക്ക് അത് എത്തുമോ തുടങ്ങിയ പ്രേക്ഷകർക്കുണ്ടാകാവുന്ന എല്ലാ സംശയങ്ങൾക്കും ഈ ഒരു മണിക്കൂർ ഈ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ എഡിറ്റർ ഉൾപ്പെടെയുള്ളവരുടെ വിശകലനങ്ങൾ ഉൾപ്പെടെ കേൾക്കുമ്പോൾ ഒരു ധാരണയുണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.